ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് ഹെൽത്ത് കാര്യങ്ങളും എല്ലാം രാവിലെ തന്നെ ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ഗപ്പീസ്, ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു അക്വാപോണിക് സിസ്റ്റം എന്ന് തന്നെ പറയാം കേട്ടോ. ഇതിൽ വെള്ളത്തിൽ നിറയെ ഗപ്പി കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളല്ല ഗപ്പി മീനുകളാണ് കിടക്കുന്നത് കണ്ടോ. നിറയെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ സൈഡിലേക്ക് വരും. ഇതിപ്പം ഇതിന് ഈ ചെടികൾക്ക് വേറെ ഫുഡ് വേറെ വളമൊന്നുമില്ല. ഈ മീനിൻ്റെ വിസർജ്യം തന്നെയാണ് ചെടികൾ അബ്സോർബ് ചെയ്തത്. ചെടി അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് ചെടികൾ നിൽക്കുന്നത്. അത് കാണാൻ. പക്ഷേ ഇപ്പോഴത്തെ ഈ ചൂടിന് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് നമ്മൾ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അയ്യോ, ഇത് ഭയങ്കരമാണ് കേട്ടോ. ഇത് അസാധ്യ ടേസ്റ്റാണ്. ഇത് ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ളവർ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് പഴങ്കഞ്ഞി ഉണ്ടാക്കിയത്. അന്നേരം അതിൻ്റെ കൂടെ റൈസ് എല്ലാവർക്കും അറിയാമല്ലോ, റൈസ് നമ്മൾ മൺകുടത്തിലോ എങ്ങാനും നല്ല വെള്ളം ഒഴിച്ച് ഇട്ടേക്കണം. കഞ്ഞിവെള്ളമൊക്കെ മാറ്റണം, ചോറ് നമ്മൾ വെള്ളം ഒഴിച്ചിടുക. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈരാണ്. അതിലേക്ക് ചുവന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ നല്ലപോലെ ചതച്ച് ഇട്ടതാണ് അത്. പിന്നെ ഇത് നമ്മുടെ ഇന്നലത്തെ ബാക്കി വന്ന നെയ്മീൻ്റെ തലയുടെ കറിയാണ്. പിന്നെ ചക്ക വേവിച്ചതും, പിന്നെ നമ്മുടെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ അത് നങ്ക് മീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടെൻഡർ മാംഗോ പിക്കിൾ, അതായത് കണ്ണിമാങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് അസാധ്യ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല രസമുള്ള ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ആൻജോവി ഫ്രൈ, നമ്മുടെ ഈ നെത്തോലി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കൊഴുവ എന്നൊക്കെ പറയും, പല പേരുകളുണ്ട് ഇതിന് കേട്ടോ. ഇത് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്, ഫ്രൈ ആയിട്ട് ഇങ്ങനെ പാക്കറ്റിൽ. ഇത് നമ്മൾ റെഡി ടു ഈറ്റ് ആണ്, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രിങ്ക്സ്, ചായ അതുപോലെ കോഫിയൊക്കെ ഒത്തിരി അങ്ങ് കുടിക്കുന്നത് മാറ്റുക. പിന്നെ കുറച്ച് ഗ്രീൻ ടീ പോലുള്ളതൊക്കെ ടീകൾ കുടിക്കുന്നത് ഒത്തിരി നല്ല കേട്ടോ. പിന്നെ ഇന്ന് ചക്ക നല്ല രീതിയിലൊന്ന് പഴുത്തിരിക്കുക, നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. ഇപ്പം ചക്കയുടെയൊക്കെ ഒരു സീസണാണല്ലോ. പിന്നെ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പോഴത്തെ വളരെ ഒരു പോപ്പുലറായ അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു നൂഡിൽസാണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ജസ്റ്റ് ഞാനൊന്ന് നോക്കിയപ്പോൾ ഒത്തിരി പേടിച്ചു. ഇതിൻ്റെ അകത്ത് സോഡിയം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും, 1.940 mg, അതായത് 65.5% സോഡിയം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇതൊരിക്കലും പ്രായമായവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇത്രയും ഹൈ സോഡിയം ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു നൂഡിൽസാണ്. അപ്പോൾ ഇത് നമ്മൾ പേരൻറ്റ്സ് ചെയ്യേണ്ടത് എപ്പോഴും വാങ്ങി കൊടുക്കരുത്. ഇടയ്ക്ക് ഒരു മന്ത്ലി വൺസ് വല്ലതും അത്രയുമേ ആകാൻ പാടുള്ളൂ. കാരണം ഇത് നമ്മുടെ പ്രഷർ കൂട്ടുന്നൊരു സാധനം, ഹൈ സോഡിയം ആയതുകൊണ്ട് തന്നെ കിഡ്നിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും ഒക്കെ കൂട്ടും. അതുകൊണ്ട് പ്രായമായവർക്ക് മാക്സിമം ഇത് കൊടുക്കാതിരിക്കുക കേട്ടോ. മാക്സിമം കുട്ടികൾക്കും വളരെ റെയറായിട്ട് മാത്രം കൊടുക്കുക. പിന്നെ നല്ലൊരു പ്രോട്ടീൻ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നല്ല ഗുഡ് എനർജി സോഴ്സാണ്. നല്ല പെട്ടെന്ന് നമുക്കൊരു എനർജിയൊക്കെ വേണം തോന്നുകയാണെങ്കിൽ, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. പിന്നെ വളരെ നല്ലൊരു ഡ്രിങ്കാണിത്, മാച്ച ഡ്രിങ്ക് എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട, ഞാൻ എപ്പം പുറത്തു പോയാലും മാക്സിമം ഞാൻ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ മാച്ചാപ്പൊടി എടുത്ത് നല്ല ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത്, അതായത് ബാംബു വിസ്ക് യൂസ് ചെയ്ത് തന്നെയാണ് ഇങ്ങനെ വിസ്ക് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ വിസ്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ട്, പിന്നെ ഇത് അവർ ഒന്നുകൂടി അരിച്ച്, പിന്നെ ഐസ് ക്യൂബ്സും ജസ്റ്റ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കുടിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇത് ഹാർട്ട് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടുന്നത് വഴി നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റിനും ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് നല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഈ മാച്ച ഡ്രിങ്ക് സഹായിക്കും കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോൾ സാധാരണ അത് ഇലയിട്ട് വെള്ളത്തിലിട്ട് അത് ഇൻഫ്യൂസ് ചെയ്തല്ലേ കുടിക്കുന്നത്. പക്ഷേ ഈ മാച്ച ഡ്രിങ്കിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പച്ച ഇല അവർ ഡ്രൈ ചെയ്തതിന് ശേഷം അവർ പൊടിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നല്ലതാണ്.
അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മാച്ച് ആൻഡ് കംപ്ലീറ്റ് പാക്കായിട്ട് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. എന്നുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കി തന്നെ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ് മാച്ച. എന്നത് ജപ്പാൻകാരുടെ ഒരു പഴയ കാലം മുതലേ ഉള്ള ഒരു ഡ്രിങ്കാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പുറത്ത് പോയപ്പം ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതും കൂടി ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയേക്കാമെന്ന് ഓർത്തു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു നമ്മൾ കുറേ അങ്ങ് ടയേർഡൊക്കെ ആയി കഴിയാതെ നേരം കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് മാച്ച പോലുള്ള ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. പക്ഷേ ഞാനിന്ന് കുറച്ച് കോഫി കൂടെ ഒന്ന് ആഡ് ചെയ്തു. കോഫി കുടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരുപാടങ്ങ് വലിയ കപ്പൊന്നും മേടിക്കത്തില്ല, സ്മോൾ കപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് കഫീനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിന് തന്നെ നല്ലതല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മളിപ്പോൾ ഒരു ജങ്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാടങ്ങ് കഴിക്കാതെ അതിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് കാര്യം. നമ്മൾ ഒരുപാട് എമൗണ്ട് കഴിക്കാതെ അത് നമുക്കെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ അളവ് കുറച്ച്, കോഫി ആയാലും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു അളവ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സ്പൈക്സൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കോഴ്സ് നടക്കുക, അത് നമ്മൾ ഏത് ആഹാരം കഴിച്ചാലും ഈവൻ ലഞ്ച് കഴിച്ചിട്ടാണെങ്കിലും ഡിന്നറാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്സ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് കഴിച്ചിട്ട് ഉടനെ തന്നെ നമ്മളൊന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സ്പൈക്സ് അത്ര കൂടത്തില്ലെന്നാണ് റിസർച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നടത്തം നമ്മൾ ഏത് ഒരു മീല് കഴിഞ്ഞിട്ടും ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സെലക്ഷൻ പോലെ ഇരിക്കും. നമ്മൾ എവിടെ ചെന്നാലും എന്താണെങ്കിലും നമ്മൾ സെലക്ഷൻ പോലെ, അതായത് നമ്മുടെ ഹെൽത്തിനെ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി, എപ്പോഴും നമ്മൾ ആഹാരം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.